ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നോക്കൂ, ഇന്നിപ്പോൾ VM സുധീരൻ പറയുന്ന വാക്കുകൾ അത് രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ളത് മാത്രമല്ല, ഞാൻ അതിനെ കാണുന്നത് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, ചരിത്ര വിദ്യാർത്ഥികൾ ഗൗരവത്തോടു കൂടി കേട്ടു പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം, ഇടതുപക്ഷം എത്രയോ കാലമായി പറയുന്ന വാക്കുകളാണ് VM സുധീരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന് പരസ്യമായി ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ പുറന്തള്ളാനുള്ള മതനിരപേക്ഷ ജനാധിപത്യ തത്വങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന 26 പാർട്ടികളുടെ ഒരു കൂട്ടായ്മ, അതിനെ കോൺഗ്രസ്സുകാർ മുന്നണി എന്നാണ് വിളിക്കുന്നത്, CPM അതിനെ ഒരു കൂട്ടായ്മയായിട്ടാണ് കാണുന്നത്. അത്തരൊരു കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ അജണ്ടയിൽ തങ്ങളും പങ്കാളികളാവും. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് BJP നേതാക്കൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും UPയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമൊക്കെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തെ കാണുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ തങ്ങളെ ക്ഷണിച്ചു, ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്, ഞങ്ങളതിൽ പങ്കെടുക്കും എന്ന് പരസ്യമായി ദിഗ്വിജയ് സിംഗ് പറയുന്നുണ്ടെങ്കിൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കാത്തു സൂക്ഷിച്ച സുധീരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ അടിസ്ഥാനപരമായ മതനിരപേക്ഷ നിലപാടുകൾ കോൺഗ്രസ് ഉപേക്ഷിക്കുന്നതിനെ ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ എന്ന നിലക്ക് ശ്രീ സുധീരന് ഇത്രയും വാക്കുകൾ പറയാൻ കഴിഞ്ഞത് അഭിനന്ദനീയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ കാണണം. 1990കളിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ് മിസ്റ്റർ നരസിംഹറാവു. ആ നരസിംഹറാവുവിനെ ഈ സമീപ നാളുകളിൽ മണിശങ്കരർ വിശേഷിപ്പിച്ചത് നരസിംഹറാവു ഇന്ത്യയുടെ BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്നാണ്. നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് വാജ്പേയിയാണ്. അല്ല, BJP അജണ്ട വളരെ മനോഹരമായി നടപ്പാക്കി കൊടുത്ത, ബാബരി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങളിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് എത്തിച്ചേർന്ന ഗുണ്ടകൾ, കർസേവകർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഗുണ്ടകൾ വന്ന് ആ പള്ളി പൊളിക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ കിടന്നുറങ്ങിയ മനുഷ്യനാണ് ഈ നരസിംഹറാവു. ആ നരസിംഹറാവു ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ് എങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ BJP അജണ്ട നടപ്പാക്കിയ ആദ്യത്തെ BJP പ്രധാനമന്ത്രിയായിട്ട് കാണണം എന്നാണ് മണിശങ്കരയ്യരെ പോലുള്ള ദക്ഷിണാശാലിയായ ഒരു കോൺഗ്രസ് നേതാവ് സമീപകാലത്ത് പറഞ്ഞത്. ഇതുമായി ചേർത്തുകൊണ്ട് സുധീരൻ്റെ പ്രസ്താവന ഉയർത്തുന്ന ചില വിഷയങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കണം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്, അവർക്ക് തത്വങ്ങളെക്കാളേറെ എന്താണ് ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ്, വാർലോഡ്സാണ്. ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടായാലും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ഇപ്പോൾ തോറ്റുപോയ മുഖ്യമന്ത്രിയായാലും ഇവരെല്ലാം തന്നെ എന്താണ് യുദ്ധപ്രഭുക്കന്മാരാണ്. തങ്ങളുടെ പ്രവിശ്യയിൽ തങ്ങൾ കാര്യങ്ങൾ ചെയ്യും, ഇവിടെ മറ്റാരും ഇവിടെ വേണ്ട, എന്ത് ചെറുപാർട്ടികൾ, എന്ത് ഇടതുപക്ഷം, എന്ത് CPM എന്ന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണ എത്തണം, ആ രീതിയിൽ ചർച്ച നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത അധികാര ഭ്രാന്ത് പിടിച്ച യുദ്ധപ്രഭുക്കന്മാരുടെ സംഘടനയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള യുദ്ധപ്രഭുത്വം ഇല്ലെങ്കിലും ഒരർത്ഥത്തിൽ എന്താണ് ഓരോരുത്തരും താൻ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു തരത്തിലുള്ള ജനാധിപത്യപരമായ കേന്ദ്രീകരണവും സമവായ ധാരണകളും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കോൺഗ്രസ് അങ്ങനെ അതപ്പതിപ്പിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് എതിർക്കാനുള്ള ആളുകൾ വരുമ്പോൾ അവർക്കെതിരായിട്ട് പൊതുവായ സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തും. ആ അർത്ഥത്തിൽ സുധീരനും ഇപ്പോൾ കെ മുരളീധരൻ്റെ മണ്ഡലമായ വടകരയിൽ നിന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ മുരളീധരനാണ് ഏറ്റവും ആദ്യം ചാടി വീണ് പറഞ്ഞത് സോണിയാഗാന്ധി ഈ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. പിന്നെ അയാളുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല ഇതുവരെ. അതെന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വത്തെ സഹായിക്കുന്നതിൽ പങ്കാളിയാകുന്ന അജണ്ട വലിയ രീതിയിൽ വിമർശിക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷങ്ങളിലും മതനിരപേക്ഷ ശക്തികളിലും അത് വലിയ ആശങ്ക ഉയർത്തുമ്പോൾ അതിനോടൊപ്പമാണ് ഞാനെന്ന് വരുത്തി തീർക്കാനുള്ള ഒരൊറ്റയാൾ യുദ്ധപ്രഭു നിലപാടാണ് മിസ്റ്റർ മുരളീധരൻ തൻ്റെ പ്രസ്താവനയിലൂടെ എടുത്തത്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ കാണേണ്ടത് ഒഴുക്കൻ മട്ടിൽ മുരളിയും സുധീരനുമൊന്നും പ്രസ്താവന ഇറക്കുകയല്ലേ വേണ്ടത്. ഇതിനു വേണ്ടി രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ധാരണ അതിൻ്റെ അണികൾക്കിടയിൽ എത്തിക്കാനുള്ള തുടർച്ചയായ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ? ഇപ്പോൾ ദീപ ദാസ് മുൻഷി അവരിവിടെ വീണ്ടും അവർക്കാണ് കേരളത്തിലെ ചാർജ്. അവരോട് പറയണം സുധീരൻ ശക്തമായിട്ട് സോണിയാഗാന്ധിയോട് പോകരുത്, ഇതിനെതിരായിട്ട് ഞങ്ങൾ പരസ്യമായ രംഗത്ത് വരും. അതില്ല. എന്താണ്
ഒരു പ്രസ്താവന ഇറക്കി എന്താണ് ഒന്ന് പേടിപ്പിച്ച് നിർത്തുക, ഒന്ന് ഭയപ്പെടുത്തി നിർത്തുക എന്നതിലപ്പുറത്ത് താത്വികമായി വളരെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ എടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അർജുൻ സിംഗ് ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ നരസിംഹറാവുവിന്റെ നിലപാടിനെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. ഇപ്പോൾ മണിശങ്കരയെ പോലുള്ള ആളുകൾ ശക്തമായ നിലപാട് സ്വീകരിക്കുക. പക്ഷെ അവരെ കോൺഗ്രസ്സുകാരെന്താണ് എവിടെയും അടുപ്പിക്കുന്നില്ല. ഈ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന അവരുടെ ദേശീയ നേതൃത്വത്തിന്റെ ക്ലിക്ക് മണിശങ്കരയ്യർക്ക് ആ പാർട്ടിയിൽ വിലക്ക് കൽപ്പിച്ചിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഒരു കാരണവശാലും RSSന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ BJPയുടെ 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകരുത്. അങ്ങനെ പോകരുത് എന്ന് ആവർത്തിച്ച് പറയാൻ സുധീരനെ പോലുള്ള നേതാക്കൾ തയ്യാറാകുമോ? ഇതിനൊരു തുടർച്ചയുണ്ടാകുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് ജനാധിപത്യവാദികളായ മതനിരപേക്ഷവാദികളായ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ് ഒരു പ്രത്യേകതരം വികാരത്തെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ മതനിരപേക്ഷ അഭിവാഞ്ചകളെ കബളിപ്പിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് സുധീരനെ പോലുള്ള നേതാക്കൾ ശ്രമിക്കരുത്. അവർക്ക് ഈ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ തുടർച്ചയായി ദീപാദാസ് മുൻഷിക്ക് ആ കത്ത് കൊടുക്കാമല്ലോ. ശ്രീമതി സോണിയാഗാന്ധി പോകാൻ പാടില്ലെന്ന് സുധീരനെ പോലുള്ള ഒരു സീനിയർ നേതാവിന് ആവശ്യപ്പെടാമല്ലോ. ശരിയാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. പക്ഷേ ഇന്നലെ ഇപ്പോൾ KPCC യോഗത്തിൽ അയോധ്യ വിഷയം ചർച്ചയാക്കേണ്ടതില്ല എന്ന് ആദ്യം തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ എന്ന നിലയിൽ നമ്മൾ പുറത്തുനിന്ന് അതിൽ മനസ്സിലാക്കുന്നത്.